الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജനനത്തിനും മരണത്തിനും സാക്ഷിയായതായി മനസ്സിലാക്കപ്പെടുന്ന മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസം പകുതിയും പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തെ വിട പറഞ്ഞ് യാത്രയാക്കുന്നതിന് മുമ്പായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു പാഠം ജീവിതത്തിൽ അവശേഷിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകകളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ റമളാൻ നമ്മോട് വിട പറയുമ്പോൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവശീലങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചിലത് സ്വായത്തമാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിരിക്കും, അത് അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കും, ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ഉദ്ദേശത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് തന്നെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദേശം തൻ്റെ കാലഘട്ടത്തിലെ, തനിക്ക് ശേഷം ലോകാവസാനം വരെ വരാനിരിക്കുന്ന ജനവിഭാഗങ്ങളെ അറിയിക്കുക മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, മറിച്ച് ആ സ്വഭാവ ഗുണങ്ങൾക്ക് മാതൃകയായി ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുകയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിക്കാൻ വേണ്ടി പല പദങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദങ്ങളെല്ലാം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങളാണ്. ഒരിക്കൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നീ മഹത്തായ സ്വഭാവ ഗുണങ്ങളുള്ളയാളാണ്. ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ ഉന്നതമായ സവിശേഷതയാർന്ന സ്വഭാവ ഗുണങ്ങളുള്ളയാളാണ് താങ്കൾ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ പരാമർശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യനോടാണ് സംവദിക്കുന്നത്. മനുഷ്യനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യനോട് മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഒരു വലിയ മനുഷ്യന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഒരു പിതാവായ മനുഷ്യൻ, പുത്രനായ മനുഷ്യൻ, നേതാവായ മനുഷ്യൻ, നീതനായ മനുഷ്യൻ, ഭരണകർത്താവായ മനുഷ്യൻ, ഭരണീയനായ മനുഷ്യൻ, വിദ്യാസമ്പന്നനായ മനുഷ്യൻ, സംസ്കാരസമ്പന്നനായ മനുഷ്യൻ, നാഗരികതയ്ക്ക് ജന്മം നൽകുന്ന മനുഷ്യൻ, അങ്ങനെ മനുഷ്യന്റെ ഉദാത്തമായ ഒരു ചിത്രം വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയം തന്നെ ഉദാത്തനായ മനുഷ്യൻ എന്ന പ്രമേയമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു മനുഷ്യനെ വരച്ചു കാണിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന് ഉടലോടെയുള്ള ഒരു രൂപം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആ ഉടലോടെയുള്ള രൂപമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ ഏതൊരു തരത്തിലുള്ള മനുഷ്യനെയാണോ വരച്ചു കാണിച്ചിട്ടുള്ളത്, ആ മനുഷ്യനെ വാർത്തെടുത്തുകൊണ്ട് മനുഷ്യകുലത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് പറയുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷക്ക് ധാരാളമായി ഉപന്യസിക്കേണ്ടി വന്നിട്ടില്ല, ധാരാളമായി സംസാരിക്കേണ്ടി വന്നിട്ടില്ല. ഒരൊറ്റ വാചകമേ പറയേണ്ടി വന്നിട്ടുള്ളൂ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഒരൊറ്റ വാക്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ ആളുകൾക്ക്
ആയിഷ റളിയല്ലാഹു തആല അൻഹ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭാവനയുടെ ലോകത്ത് വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ചിട്ടുള്ള മനുഷ്യനെ സംഭവ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞെടുത്ത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. വയുസക്കീഹിം, മാത്രമല്ല അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ സമൂഹമാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുന്ന സ്വഭാവ ഗുണങ്ങളുടെ പ്രതീകങ്ങളായി, പതിപ്പുകളായി ജനങ്ങളുടെ മുമ്പിൽ ജീവിച്ചു. അപ്പം പ്രവാചകൻ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഓതിവച്ച ആയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് നല്ല മാർദ്ദവത്തോടുകൂടി പെരുമാറിയിട്ടുള്ളത്. അപ്പം മാർദ്ദവത്തോടുകൂടി പെരുമാറുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഭാവമായിരുന്നു. ആ സ്വഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ച് ആർജിച്ചത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാരുണ്യം എന്നുള്ള നിലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള സ്വഭാവവും കൂടിയായിരുന്നു എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യർക്കുണ്ടാകാവുന്ന സ്വയം ആർജിച്ചെടുക്കാവുന്ന സ്വഭാവ ഗുണങ്ങളുടെ പരിധിക്കപ്പുറം അല്ലാഹു സവിശേഷമായ ചില സ്വഭാവ ഗുണങ്ങൾ നൽകിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹത്വപ്പെടുത്തിയിരുന്നു എന്നാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലംഫല്ലൂ മിൻ ഹൗലിക്. താങ്കൾ പരുഷഹൃദയനായിരുന്നുവെങ്കിൽ, കഠിന സ്വഭാവിയായിരുന്നുവെങ്കിൽ ജനങ്ങൾ താങ്കളോടൊപ്പം കൂടുമായിരുന്നില്ല, താങ്കളിൽ നിന്ന് ജനങ്ങൾ അകന്നുപോകുമായിരുന്നു. ഒന്നിലധികം ഭാര്യമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ചിട്ടുണ്ട്. ആ ഭാര്യമാർ നബിയോട് ഏറ്റവും അടുത്തു കഴിഞ്ഞുകൂടിയിട്ടുള്ളവരാണ്. അവരിൽ ഒരാൾക്ക് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മറുത്തൊരു വാക്ക് പറയാൻ സാധ്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജോലിക്കാരും വേലക്കാരും ഉണ്ടായിരുന്നു. നബിയുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ അവർ സദാ സന്നദ്ധരായിരുന്നു. ആ ദൗത്യമായിരുന്നു അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്. എന്നാൽ എപ്പോഴെങ്കിലും അവരോട് മുഖം കറുപ്പിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഈ വേലക്കാരെയും ജോലിക്കാരെയും നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഇവരുടെ രക്ഷിതാക്കൾ വന്നുകൊണ്ട്, പ്രവാചകരെ നിങ്ങൾ ഇങ്ങോട്ട് വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ, പോരൂ മകനെ എൻ്റെ കൂടെ പോരൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് പറയുവാൻ അവർക്ക് കഴിയുമാറ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മഹിമയാർന്ന സ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരുടെ വിശ്വസ്തരായ അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിനെ പോലെയും ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുമുള്ള അനുചരന്മാർ. ആ അനുചരന്മാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും കയർത്ത് സംസാരിച്ചിട്ടില്ല. സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും മാത്രമേ അവരോട് സംസാരിച്ചിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വെറുപ്പുളവാക്കുന്ന ഒരു വാക്കോ
വെറുപ്പുളവാക്കുന്ന ഒരു പ്രവർത്തനമോ ഉണ്ടായിട്ടില്ല എന്ന് അവർ വിശദീകരിക്കുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിയെടുത്തിട്ടുള്ള മഹാവിപ്ലവത്തിന്റെ നേതൃത്വം വഹിക്കുവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുമായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയും റസൂലിനോട് അടുപ്പം കാണിച്ചിട്ടുള്ള സഹാബികൾക്ക് പുറമെയുള്ള സഹാബിമാരുണ്ടായിരുന്നു. അവർക്കും റസൂലിൽ നിന്ന് മറിച്ചൊരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തും. ചില ഗ്രാമീണരായ അറബികൾ ഉണ്ടാകും, അഅറാബികൾ. ഈ അഅറാബികൾ പലപ്പോഴും എല്ലാവരോടും പരുഷമായിട്ടാണ് പെരുമാറാറുണ്ടായിരുന്നത്. അവരുടെ മനസ്സ് ശുദ്ധമാണ്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആളുകളോട് പെരുമാറേണ്ടത് എങ്ങനെ എന്നവർക്ക് അറിയില്ല. മാനേഴ്സ് എന്ന് നമ്മൾ പറയുമല്ലോ, ഈ മാനേഴ്സ് അവർക്ക് തീരെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ പള്ളിയുടെ ചാരത്തായിരുന്നുവല്ലോ വീടുകൾ. ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീടുകളിൽ വിശ്രമിക്കും. ഭാര്യമാരോടൊത്ത് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, കുടുംബാംഗങ്ങളോട് സല്ലപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി ലഭിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളായിരുന്നു അവ. പക്ഷേ ആ നിമിഷങ്ങൾ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിട്ടുകൊടുക്കുവാൻ ഈ ഗ്രാമീണരായ അറബികൾ സജ്ജരായിരുന്നില്ല, സന്നദ്ധരായിരുന്നില്ല. അവർ വന്നുകൊണ്ട് വിളിക്കും, യാ മുഹമ്മദ്, മുഹമ്മദേ ഉഖ്റുജ് ഇലൈന, ഇങ്ങോട്ട് വാ, എന്താ നിനക്ക് അതിൻ്റെ ഉള്ളിൽ പണി? ഇത്രയും മര്യാദഘട്ട സ്വഭാവത്തിൽ പെരുമാറിയിട്ട് പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കയർത്ത് സംസാരിച്ചില്ല. പള്ളിയിൽ വന്ന് മൂത്രമൊഴിച്ച അറാബിയെ സംബന്ധിച്ച് നാം കേട്ടിട്ടുണ്ട്. ആളുകളെല്ലാവരും അദ്ദേഹത്തെ പിടികൂടാൻ ഒരുങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മാന്യമായി വിടാൻ കൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തൊരു വിശാലതയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു അഅറാബി, ഒരു ഗ്രാമീണനായ അറബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് ഒരു മുണ്ട് വലിച്ചെറിഞ്ഞു. മുണ്ട് വലിച്ചെറിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മുണ്ടിൽ ചുറ്റി ഇങ്ങോട്ട് വലിച്ചു. സഹാബികൾ പിന്നിലുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുണ്ട് പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ, ആ ഇസാർ, ആ ഉത്തരീയം പുറത്തേക്കെടുത്ത് നോക്കിയപ്പോൾ തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു പാട് വീണതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. കഴുത്തിൽ മുണ്ടിട്ട് വലിച്ചിട്ട് അവിടെ വ്രണം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നർത്ഥം. സഹാബികളെല്ലാം കൂടി വിഷമിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ സ്നേഹം ഒരു ധർമ്മരോഷമായി മാറി. ഈ ഗ്രാമീണനായ അറബിയെ കൈകാര്യം ചെയ്യുവാൻ ഒരുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അയാളെ വിട്ടേക്കുക. ഗ്രാമീണന്റെ നേരെ തിരിഞ്ഞുകൊണ്ട്, ഈ ആദിവാസിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് സുഹൃത്തെ, നിനക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹത്തിന്റെ മറുപടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമേ, അല്ലയോ റസൂലേ, അല്ലാഹു താങ്കൾക്ക് പലതും തന്നിട്ടില്ലേ, അതിൽ നിന്ന് എനിക്ക് തരണം. എന്തോ തരണം, എനിക്ക് തരണം എന്ന് ചോദിക്കാനാണ് ഈ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് മലകളെക്കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ആ രണ്ട് മലകൾക്കിടയിൽ എത്ര ആടുകളാണോ ഉള്ളത് ആ ആടുകളെ മുഴുവൻ നീ എടുത്തോ. ബൈത്തുൽ മാലിൽ വന്നു ചേർന്നിട്ടുള്ള ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ആ ആടുകളെ മുഴുവൻ നീ എടുത്തോ എന്ന് പറഞ്ഞു. ആടുകളെ സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് നാട് നീളെ അദ്ദേഹം ഉദ്ഘോഷിച്ചു,
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ധാരാളമായി തന്നിരിക്കുന്നു, എനിക്ക് ധാരാളമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. ശത്രുത കാണിക്കുന്നവരോട് ശത്രുത കാണിക്കുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദയായിരുന്നില്ല. ഫഅഫു അൻഹും, അല്ലാഹു പറഞ്ഞല്ലോ റസൂലിനോട്, ഫഅഫു അൻഹും, നീ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കണം. അവരറിയാതെ അവർക്കെതിരായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, കുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നീ പാപ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കണം. വശാവിർഹും ഫിൽ അംർ, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവ ഗുണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കാര്യങ്ങളിൽ കൂടെയുള്ളവരോട് കൂടിയാലോചിക്കുക എന്ന് പറയുന്നത്. കൂടിയാലോചന എന്നത് താങ്കളുടെ സ്വഭാവമായിരിക്കണം, ശീലമായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിങ്കൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകനാണ്. എന്താണ് സത്യമെന്ന് കണ്ടെത്താൻ, എന്താണ് ഏറ്റവും ശരിയായ കാര്യമെന്ന് കണ്ടെത്താൻ റസൂലിന് വേറെ ഒരാളുടെ സഹായം ആവശ്യമില്ല. അല്ലാഹു തന്നെ വഹി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ, നൽകപ്പെടുന്ന വഹി അനുസരിച്ചാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമേത് എന്ന് കണ്ടെത്താൻ, കാര്യങ്ങളിൽ ശരിയോട് ഏറ്റവും അടുത്തതേത് എന്ന് കണ്ടെത്താൻ, കാര്യങ്ങളിൽ ഏറ്റവും ഫലപ്രദമേത് എന്ന് കണ്ടെത്താൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആരോടെങ്കിലും ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കൂടിയാലോചന സമ്പ്രദായം വളർത്തിയെടുക്കേണ്ടത് അയാളുടെ സ്വഭാവ ഗുണങ്ങളുടെ തന്നെ ഭാഗമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വശാവിർഹും ഫിൽ അംർ, കാര്യങ്ങളിൽ അവരോട് കൂടിയാലോചിക്കണം. ഏതു ഘട്ടത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് കൂടിയാലോചിച്ചിരുന്നു. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന ഘട്ടത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യം, കച്ചവട സംഘം പാസ് ചെയ്തു പോകുന്നുണ്ട്. മറുഭാഗത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യവും വരുന്നുണ്ട്. ആരെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം മനസ്സിലുണ്ടായിരിക്കെ തന്നെ അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂടിയാലോചിക്കുന്നുണ്ട്. അൻസാറുകളായ ആളുകൾ, മുഹാജിറുകളായ ആളുകൾ ആദ്യത്തിൽ ആവേശഭരിതരായി അഭിപ്രായം പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ അതുകൊണ്ട് മതിയാക്കിയില്ല. അത് എന്റെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള സഹോദരന്മാരാണെങ്കിലും എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട സെക്റ്റുകളുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് മദീനയിലെത്തിയവരാണ്, അവരാണ് മുഹാജിറുകൾ. രണ്ടാമത് മദീനയിലെ തദ്ദേശവാസികളായ ആളുകളാണ്, അവരാണ് അൻസാറുകൾ. മുഹാജിറുകളായ ആളുകൾ നാടും വീടും വിട്ടു വന്നിട്ടുള്ളവരാണ്, അവർക്ക് ഇനി വിശേഷിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ അൻസാറുകളായ ആളുകൾ മദീനയിൽ ജീവിക്കുന്നവരാണ്, അവർക്കവിടെ കൂട്ടുകുടുംബങ്ങളുണ്ട്, അവർക്കവിടെ കൃഷിയിടങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിഭാഗവും കൂടി വളരെ തുറന്ന ഹൃദയത്തോടുകൂടി അഭിപ്രായം പറഞ്ഞെങ്കിലേ ശരിയായ ദിശയിലേക്ക് സഞ്ചാരം ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾ മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, എല്ലാവരും മറുപടി പറയണം. അപ്പോഴാണ് അൻസാറുകളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നത്, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ എന്തിനും സജ്ജരാണ്, എന്തിനും സന്നദ്ധരാണ്. ഒരു വലിയ കടൽ കാണിച്ചുകൊണ്ട് ഈ കടലിലേക്ക് എടുത്തെറിയണമെന്ന് പറഞ്ഞാൽ
എടുത്തു ചാടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് സന്നദ്ധരാണ്. ഒരു തീക്കുണ്ടമുണ്ടാക്കി ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചു ചാടണമെന്നാണ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ഞങ്ങൾ അതിനും സന്നദ്ധരാണ് എന്ന് എഴുന്നേറ്റ് പറയത്തക്ക വിധത്തിൽ കൂടിയാലോചനയുടെ സ്വഭാവം സ്വീകരിച്ചിട്ടുള്ള ആളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏകാധിപത്യത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും യാതൊരു തരത്തിലുള്ള ലക്ഷണവുമില്ല എന്നതാണ് സമൂഹത്തിന്റെ നേതാവെന്നുള്ള നിലയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് നാം മനസ്സിലാക്കണം. വഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ നീ ഭരമേൽപ്പിക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രധാനപ്പെട്ട മൂല്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ മൂല്യം അയാളുടെ ഇച്ഛാശക്തിയാണ്. ഒരു മനുഷ്യന്റെ മൂല്യം, മാനവിക മൂല്യം എന്ന് പറയുന്ന അയാളെ ശക്തനാക്കുന്ന മൂല്യം അയാളുടെ ഇച്ഛാശക്തിയാണ്. ഈ ഇച്ഛാശക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മാർദ്ദവമുള്ള സ്വഭാവമുള്ളയാളായിരുന്നു, മൃദുമനസ്കനായിരുന്നു, ലളിത ഹൃദയനായിരുന്നു. ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ അസീമത്ത്, തീരുമാനമെടുക്കാനുള്ള ശേഷി, ആ തീരുമാനം നടപ്പാക്കാനുള്ള ആർജവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് മാർച്ച് ചെയ്തത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് മാർച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ശത്രുക്കൾ, സഖ്യകക്ഷികൾ എന്ന രൂപത്തിൽ ഒരുമിച്ച് കൂടിക്കൊണ്ട് മദീനയെ ആക്രമിക്കാൻ വന്നപ്പോൾ ഖന്ദഖ് കുഴിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ നിര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർത്തിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മദീനയുടെ ഒരു പ്രാന്തപ്രദേശത്ത് നിന്ന് വമ്പിച്ച ഒരു ശബ്ദം കേട്ടു. മദീനാവാസികൾ ഒന്നടങ്കം ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ധൈര്യശാലികളായ മനുഷ്യർ, മദീനാവാസികൾ ഒരുമിച്ചുകൂടി കൂട്ടമായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ധൈര്യശാലികളായ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പോയി നോക്കിയിട്ടാണ് വരുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധൈര്യമായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിൽ പവർ ആയിരുന്നു. ഫഇദാ അസംത, നീ തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അല്ലാഹുവിൽ തവക്കുലാക്കണം. പിന്നെ ഇടയാട്ടം പാടില്ല, പിന്നെ ചാഞ്ചല്യം പാടില്ല, അതിൻ്റെ പേരിൽ ഉറച്ചു നിൽക്കണം. അപ്പൊ അടിസ്ഥാന മാനവിക ഗുണങ്ങളുള്ള, അതോടൊപ്പം തന്നെ ധാർമ്മിക ഗുണങ്ങളുള്ള, ഇസ്ലാമികമായ ഗുണങ്ങളുള്ള അചയ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വ്യക്തിത്വം നമ്മുടെ മാതൃകാ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിൽ നിന്ന് എന്ത് എനിക്ക് ആർജിക്കാൻ കഴിയും, എന്ത് എനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ് റസൂലിനോട് സ്നേഹമുള്ള ഏതൊരാളും സദാ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടത്. റബീഉൽ അവ്വൽ കടന്നു പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ നിങ്ങൾ ഒന്നുകൂടി പാരായണം ചെയ്യുക. ആ ചര്യ മുന്നിൽ വെച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളെ ഒന്ന് അടയാളപ്പെടുത്തുക, മാർക്ക് ചെയ്യുക. അത് മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് എന്റെ വ്യക്തിത്വത്തിൽ എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തി ആ പോരായ്മകൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഇബാദില്ലാഹി സ്വാലിഹീൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി എന്നോടും നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ദിനേന എന്നോണം ധാരാളം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി നാം കേൾക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ 5 ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചുപോയത്. ഇനിയും ചില കുഞ്ഞുങ്ങൾ അപകടനില പൂർണ്ണമായും തരണം ചെയ്തു കഴിഞ്ഞിട്ടില്ല. വേറെയും ധാരാളം അപകടത്തിൻ്റെ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര അപകടങ്ങളുണ്ടായിട്ടും നമുക്കോരോരുത്തർക്കും തന്നെ വേണ്ടവിധം ശ്രദ്ധയുണ്ടായി എന്ന് കരുതുന്നില്ല. ബൈക്ക് ഓടിച്ച് ചീറിപ്പാഞ്ഞ് നടക്കുന്നവരാണ് നമ്മുടെ ചെറുപ്പക്കാർ. കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരും തീരെ അശ്രദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിലും അല്ലാതെയും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പല ആശുപത്രികളിലായി രോഗങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികളായ ആളുകൾക്ക് ആശ്വാസം തരുമാറാകട്ടെ. വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിന് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല ആളുകളും. എവിടെയും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ 5ഉം 6ഉം 7ഉം ക്യാൻസർ രോഗികളാണ്. വളരെ പ്രയാസപ്പെടുത്തുന്ന വേദനയാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വേദനകളിൽ നിന്ന് എല്ലാം അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന ഭാരങ്ങൾ നീ ഞങ്ങൾക്ക് നൽകരുതേ പടച്ചവനെ. ഞങ്ങളെ നീ രക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشوه خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والسلام والحمد لله رب العالمين. السلام.